നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനലായ മുംബൈ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനൽ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായി. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 20 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അത്യാഡംബര കപ്പലുകൾക്കായുള്ള ഈ വമ്പൻ ക്രൂയിസ് ടെർമിനൽ ഔദ്യോഗികമായി രാജ്യത്തിന് സമർപ്പിച്ചത്. സമുദ്ര ഗതാഗത വികസന രംഗത്ത് ഇന്ത്യ സാധ്യമാക്കിയിരിക്കുന്ന ഒരു വലിയ നേട്ടമായാണ് ഈ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനൽ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ അന്താരാഷ്ട്ര ആഭ്യന്തര ആഡംബര കപ്പൽ യാത്രയ്ക്കായുള്ള അത്യാധുനിക സൗകര്യമാണ് മുംബൈ നഗരത്തോട് ചേർന്ന് സജ്ജമായിരിക്കുന്നത്. ഇത് രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഒരു ഉണർത്തുപാട്ടായി തീരുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. രാജ്യത്തെ തുറമുഖ വികസനവും തീരദേശ അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന സമുദ്രസേ സമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം 556 കോടി രൂപ ചെലവഴിച്ചാണ് മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. മുംബൈ ബെല്ലാഡ് പിയറിൽ നിർമ്മിച്ച ഈ കൂറ്റൻ ക്രൂയിസ് ടെർമിനലിന് 4.15 ലക്ഷം ചതുരശ്രയടി വിസ്തീർണമാണുള്ളത്. ഇതിന്റെ പ്രവർത്തന വിസ്തീർണം 1,70,000 ചതുരശ്രയടിയാണ്. 4 നിലകളിലായാണ് ടെർമിനൽ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ സമയം 5 വൻ ക്രൂയിസ് കപ്പലുകൾക്ക് നങ്കൂരമിടാനുള്ള വിപുലമായ സൗകര്യമാണ് മുംബൈ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനലിൽ ഒരുക്കിയിട്ടുള്ളത്. 500 യാത്രക്കാരെ വരെ ഉൾക്കൊള്ളുന്ന 200ഓളം ക്രൂയിസ് കപ്പലുകൾ പ്രതിവർഷം കൈകാര്യം ചെയ്യാൻ ഈ ടെർമിനലിനാകും. ഒരു ദിവസം 10,000-ഓളം പേർ യാത്രയ്ക്കായി മുംബൈ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനലിനെ ആശ്രയിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ പ്രതിവർഷം 10 ലക്ഷത്തോളം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ഈ ടെർമിനലിനാകും. ആഭ്യന്തര അന്തർദേശീയ ക്രൂയിസ് ടൂറിസത്തിനായുള്ള ലോകോത്തര കവാടം എന്ന നിലയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ടെർമിനൽ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതിന് മുമ്പ് തന്നെ ഈ വർഷം ഏപ്രിൽ മുതലേ ഇവിടം യാത്രകൾക്കായി തുറന്നു നൽകിയിരുന്നു. ഏപ്രിൽ 21 കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളാണ് ഇവിടെ നിന്നുമുള്ള ആദ്യ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത്. യാത്രക്കാരുടെ ഇമിഗ്രേഷൻ പരിശോധനയും സുരക്ഷാ പരിശോധനകളും വേഗത്തിൽ പൂർത്തിയാക്കാനായി 72 കൗണ്ടറുകളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. മുംബൈ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനലിന്റെ നിർമ്മാണ രീതിയും വ്യത്യസ്തമാണ്. തിരമാലകളെ അനുകരിക്കും വിധമുള്ള വേവ് സ്റ്റൈൽ ഡിസൈനോടെയാണ് ഇതിന്റെ റൂഫിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഈ ടെർമിനൽ പൊതുജനങ്ങൾക്കും സന്ദർശിക്കാനാകും. വിനോദത്തിനും ഷോപ്പിംഗിനുമായുള്ള പ്രത്യേക ഇടങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കാർക്കും സന്ദർശകർക്കും സൗകര്യപ്രദമായ പ്രവേശനം ഉറപ്പാക്കുന്നതിനായി പ്രത്യേക പാർക്കിംഗ് ബേയും ഈ ടെർമിനലിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഒരേ സമയം 300-ലധികം വാഹനങ്ങൾ ഉൾക്കൊള്ളാൻ ഈ പാർക്കിംഗ് ബേക്കാകും. ഈ ക്രൂയിസ് ടെർമിനൽ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായതോടെ ഇന്ത്യ അന്താരാഷ്ട്ര ക്രൂയിസ് യാത്രാ മാർഗങ്ങളുടെ പ്രധാന കേന്ദ്രമായി ഉയർത്തപ്പെടുമെന്നാണ് വിലയിരുത്തുന്നത്. ഇതിന്റെ വരവോടെ ഇന്ത്യയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമെന്നും കണക്കാക്കപ്പെടുന്നു. ഈ ക്രൂയിസ് ടെർമിനലിൽ എത്തുന്ന യാത്രക്കാർക്കായുള്ള ഫീസ്, കപ്പൽ നങ്കൂര ചാർജ്, പാർക്കിംഗ്, ഇവിടെ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള വരുമാനം എന്നിവയാൽ സർക്കാരിന് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാകും. കേന്ദ്ര സർക്കാരിന്റെ ക്രൂസ് ഭാരത് മിഷന്റെ സുപ്രധാന കാൽവയ്പാണ് മുംബൈ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനൽ. ക്രൂസ് ഭാരത് മിഷൻ എന്ന പദ്ധതി രാജ്യത്തെ നദികൾ, ദ്വീപ്, സമുദ്രപ്രദേശങ്ങൾ എന്നിവ അധിഷ്ഠിതമാക്കി ക്രൂയിസ് ടൂറിസം വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ചിരിക്കുന്ന ദൗത്യമാണ്. വലിയ വിസ്തൃതിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ വർഷം മുഴുവനും പ്രവർത്തിക്കാനാകുന്ന ഈ ക്രൂയിസ് ടെർമിനൽ ആഗോള ടൂറിസം ഭൂപടത്തിൽ ഇന്ത്യയുടെ പേര് അടയാളപ്പെടുത്തും. 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ സമുദ്രമേഖലയെ ഒരു വലിയ അവസരമായി കാണുന്നതായും തുറമുഖ വികസനം ത്വരിതപ്പെടുത്തുന്നതിനായി ആയിരക്കണക്കിന് കോടി രൂപയുടെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുവെന്നും മുംബൈ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനലിന്റെ ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. വിവിധ മേഖലകളിൽ സ്വയം പര്യാപ്തത പ്രാപിക്കുന്നതിനായി ഇന്ത്യ അവലംബിച്ചിരിക്കുന്ന ആത്മനിർഭർ ഭാരതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. 140 കോടി പൗരന്മാരുള്ള ഇന്ത്യയുടെ ഭാവി മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയില്ല. മറ്റുള്ളവരെ ആശ്രയിച്ച് രാജ്യത്തിന്റെ വികസനം നടപ്പിലാക്കാൻ നമുക്കാകില്ല. വരും തലമുറയുടെ ഭാവി അപകടത്തിലാക്കാൻ സാധിക്കില്ല. എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള പ്രതിവിധി ആത്മനിർഭർ ഭാരതാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനലിന്റെ ഉദ്ഘാടനത്തോടൊപ്പം സമുദ്രസേ സമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 34,200 കോടിയിലേറെ രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിലെ സുപ്രധാന അടിസ്ഥാന സൗകര്യ നവീകരണങ്ങൾ ഉൾപ്പെടെയുള്ള സംരംഭങ്ങളാണ് ഈ പദ്ധതികളിൽ ഉൾപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.